വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് സപ്പോർട്ട് ഏരിയ ആണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് മാർക്ക് ചെയ്യുന്ന അതേ ഏരിയ തന്നെയാണ് സപ്പോർട്ട് ഏരിയ ആയിട്ട് വരുന്നത്. അതിന് തൊട്ട് താഴെ മറ്റൊരു സപ്പോർട്ട് ഏരിയയും കൂടി ഉണ്ട്, അതും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയയുടെ തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ചെറിയൊരു ഇംബാലൻസ് ആണ്. അപ്പോൾ അതിനെയും മാർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെയുള്ളത് ഇനി മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഏരിയ വളരെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അവിടേക്ക് എത്തുന്ന സമയത്ത് ഓരോ സമയത്തും മാർക്കറ്റ് താഴോട്ടേക്ക് വരാനുള്ള ടെൻഡൻസി കൂടുതലാണ് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത്തവണ മാർക്കറ്റ് അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ആ ഏരിയനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ഒരു ഏരിയയും കൂടി മാർക്ക് ചെയ്യാനുണ്ട്. ഈ ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇതൊരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന ഏരിയ ആണ്. ഇത് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതിനൊരു റിടെസ്റ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ആ ഒരു ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയകൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് അനാലിസിസ് നടത്താം. അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്നത് കാനഡ അതുപോലെ തന്നെ USD ബാങ്കുകൾ ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും തന്നെ ട്രേഡ് ചെയ്യുക. ട്രാപ്പ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്നതിന് ശേഷം ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകാം. ആദ്യമായിട്ട് പോകുന്നത് 4 ഹവറിലേക്കാണ്. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അത് ഓൾറെഡി ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തതാണ്, എന്നാലും ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സപ്പോർട്ട് ഏരിയ ആണ്. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ സപ്പോർട്ട് ഏരിയ ആണ്. ഇപ്പോൾ 2 പ്രധാനപ്പെട്ട ഏരിയാസാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഓൾറെഡി ഇവിടെ വന്നിട്ട് ഇംബാലൻസ് എടുത്ത് പോയ ഏരിയ ആണിത്. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്നിട്ടുണ്ട്, താഴോട്ടേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സ്കാൽപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി 4 ഹവറിൽ ഇപ്പോൾ കാണുന്നുണ്ട്. അത് നോക്കിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് നോക്കിയിട്ട് പറയാം. ഇനി 4 ഹവറിൽ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസ് മാർക്ക് ചെയ്ത് ഇടേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ ഏരിയാസ്, അതായത് വൺ ഡേ ചാർട്ടിൽ പറഞ്ഞ ഏരിയാസ് ഒന്നും മാർക്ക് ചെയ്യുന്നില്ല. ഇനി 4 ഹവറിലൊരു പ്രത്യേക ഏരിയ എന്ന് പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട്. അതിന് തൊട്ട് താഴെ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഇവിടേക്ക് എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്രയാണ് 4 ഹവറിൽ പ്രധാനപ്പെട്ട ഏരിയായിട്ട് കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു വിക്ക് ചേർത്തിട്ടുള്ള ഏരിയനെ ഞാൻ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. മാർക്കറ്റ് ഒരുപക്ഷെ ഈ ഒരു ഏരിയയ്ക്കുള്ളിൽ നിന്നായിരിക്കും കൂടുതൽ ഇന്ന് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത. കുറച്ചും കൂടി വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടേക്ക് ഇറങ്ങാനും ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് പക്ഷേ ഇന്നത്തെ മാർക്കറ്റ് വളരെ സ്ലോ മാർക്കറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ സംഭവിക്കണമെന്നില്ല. കാരണം ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കും കൂടുതൽ സംഭവിക്കുക. ഇവിടെ വന്ന് വീണ്ടും മുകളിലേക്ക് പോയി, ഇവിടെ വന്ന് വീണ്ടും മുകളിലേക്ക് പോയി, ഇങ്ങനെ ഒരു റേഞ്ചിലായിരിക്കും കൂടുതൽ നിൽക്കാനുള്ള സാധ്യത കാണുന്നത്. ചിലപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്തായാലും അതെല്ലാം ലൈവ് മാർക്കറ്റിൽ നോക്കിയതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം. ഇനി ഒന്നും കൂടിയും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണ് എൻട്രി സാധ്യതകളെ കുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ട് പോകുന്നത് 1 ഹവറിലേക്കാണ്. 1 ഹവറിൽ പോകുന്ന സമയത്ത് നേരത്തെ വരച്ച ഇംബാലൻസ് കൃത്യമായിട്ട് ഇവിടെ തന്നെ ഉണ്ട്. റെസിസ്റ്റൻസും മുകളിൽ കിടക്കുന്ന റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഉണ്ട്. ഇനി താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരു ഇംബാലൻസിലേക്ക് വന്നിട്ടില്ല. അവരുടെ തൊട്ടടുത്ത് വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇംബാലൻസിലേക്ക് വരും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ വിത്ത് ഒരു കൺഫർമേഷനോട് കൂടി ഈ ഏരിയയിൽ നിന്നൊരു സെൽ എൻട്രി കിട്ടാം. അപ്പോൾ അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇതായിരിക്കണം ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഏരിയ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടണം. പിന്നെ അതുപോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഇവിടെ ഒരു ഒരു ഏരിയ ഉണ്ട്. അതായത് ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ബ്ലാക്ക് ലൈനിൻ്റെ അവിടെ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി വെക്കാം. സൂക്ഷിക്കുക. ഇന്നിപ്പോൾ മാർക്കറ്റ് വളരെ കൺസോളേഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. ചിലപ്പോൾ റയർലി മാത്രമാണ് അങ്ങനെയുള്ള മാർക്കറ്റ് US മാർക്കറ്റ് ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്ത് മാത്രമാണ് ഗോൾഡ് നല്ല രീതിയിൽ മൊമെന്റ് തരിക. അതുകൊണ്ട് ഇവിടെ വരുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കാം. എൻട്രി വരുന്നത് വളരെ ചെറിയൊരു ടാർഗറ്റ് വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടേക്കാണ് വെക്കുന്നത്. അത് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ഒരു ഇംബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും ലൈവ് മാർക്കറ്റിൽ ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ, അതായത് സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ സ്ട്രോങ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ കാണുന്നുണ്ട്. ഈ ഒരു ഏരിയ കാണുന്നുണ്ട്. ഇത് റീടെസ്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്തൊരു ബൈ എൻട്രി നമുക്ക് നോക്കാം. ആ ഒരു ബൈ എൻട്രി നോക്കുകയാണെങ്കിൽ മുകളിലോട്ട് നല്ല രീതിയിൽ മുകളിലോട്ട് വയ്ക്കാം. അതൊരു പാറ്റേൺ നോക്കിയതിന് ശേഷം വയ്ക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോയിനെ ആയിരിക്കും ബ്രേക്ക് ചെയ്യുക. ഇതാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലോ. ആ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് താഴോട്ടേക്ക് വീണ്ടും വന്നേക്കാം. എന്തായാലും അതൊരു സാധ്യത മാത്രമാണ്. അവിടേക്ക് താഴത്തേക്ക് ഇന്ന് ഇറങ്ങാനുള്ള സാധ്യത മാത്രമാണ്. ഒരുപക്ഷെ നാളേക്കായിരിക്കും ഇറങ്ങുക. അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് നോക്കാം. വിത്ത് കൺഫർമേഷനോട് കൂടിയാണ്. അല്ലാതെ ഒരു തരത്തിലും ബൈയോ സെല്ലോ എടുക്കാൻ പാടില്ല. എന്നും ക്ലാസ്സിൽ എന്നും ഡിസ്കസ് ചെയ്യുന്നത് പോലെ തന്നെ കൺഫർമേഷനോട് കൂടി നോക്കാം. വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഡേയുടെ ഒരു ഇംബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയയും ഉണ്ടായിരുന്നു. അതും ഈ ഒരു ഏരിയ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു 3 ഏരിയ, ബൈക്കുള്ള 3 ഏരിയ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഒരു ഏരിയാസ് എപ്പോഴും നോട്ട് ചെയ്ത് വെക്കുക. ഇവിടെ വരുമ്പോഴും ബൈ എടുക്കാവുന്നതാണ്. വിത്ത് കൺഫർമേഷനോട് കൂടിയാണ്. ഡയറക്റ്റ് ബൈ എടുക്കരുത്. ടാർഗറ്റ് എല്ലാം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്ത പാറ്റേൺ ബേസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇന്നൊക്കെ ഇവിടെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല. എന്തായാലും ലൈവ് മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ, അതായത് ഇപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ ഒന്നും കൂടി പോവാം. എന്നിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അവിടുന്ന് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ എൻട്രി പോയിന്റ് ഇപ്പോൾ കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്നും കൂടി നോക്കാം. അതിന് വേണ്ടിയിട്ട് 50 മിനിറ്റ്സിലോട്ടാണ് പോകുന്നത്. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ എൻട്രി നഷ്ടപ്പെട്ടിട്ടുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം വന്നൊരു എൻട്രിയാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൽപ്പിംഗ് എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാൻഡലിന്റെ ഹൈനെ ബ്രേക്ക് ചെയ്ത് ഇവിടുന്ന് വല്ല റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സ്കാൽപ്പിംഗ് എൻട്രി നോക്കാം. പക്ഷെ നോക്കുക, അത് കുറച്ച് റിസ്ക് ഉള്ളതും കൂടി ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തൊട്ട് മുകളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. ആ ഇംബാലൻസ് എടുക്കാനുള്ള മാർക്കറ്റ് പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ വളരെ ചെറിയ പിപ്പ് കളക്ഷൻ, അതായത് 30 20 30 പിപ്പ് കളക്ഷന് വേണ്ടി മാത്രം ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു പക്ഷേ ഒരു റിയാക്ഷൻ കിട്ടി താഴോട്ടേക്ക് ഇറങ്ങി ചിലപ്പോൾ മുകളിലോട്ട് പോയിട്ടായിരിക്കും വലിയൊരു റിയാക്ഷൻ തരിക. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ഇനി 50 മിനിറ്റ്സിന്റെ ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് മിക്കവാറും ട്രേഡ് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതായിരിക്കണം. ഈ ഒരു ഏരിയ ആയിരിക്കണം മിക്കവാറും ട്രേഡ് കിട്ടുന്ന ഏരിയ. അതായത് ഈ ഒരു ക്യാൻഡലിന്റെ താഴെ മുതൽ ഈ ക്യാൻഡലിന്റെ ഹൈ വരെ ഇവിടെ ആയിരിക്കണം മിക്കവാറും ട്രേഡ് കിട്ടുന്ന ഒരു ഏരിയ. കുറച്ചും കൂടി മുകളിൽ പോവുകയാണെങ്കിൽ ഇവിടെയും കൂടിയും കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതെല്ലാം കൺഫർമേഷൻ എടുക്കണം. എവിടെ ചെന്നാലും ഏത് ഏരിയയിൽ വന്നാലും ഒരു കൺഫർമേഷൻ പോയിന്റോട് കൂടി എടുക്കുക. ഇവിടെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു പക്ഷേ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ ചിലപ്പോൾ ഒരു പക്ഷേ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ സപ്പോർട്ടർ ഏരിയയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഡയറക്റ്റ് ഇവിടെ വന്നിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഇവിടെ വന്നതിന് ശേഷം ഒരു ബൈ എൻട്രി ആണ് ആദ്യം കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ഒന്ന് നോക്കുക. ഇവിടെ എവിടെയെങ്കിലും വേറെ പാറ്റേണോ മറ്റോ ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുക. അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്പെഷ്യലി ഈ ഒരു ഏരിയയുടെ തൊട്ട് മുകളിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് വരുന്നുണ്ട്. അതല്ല, ഇവിടെ നിന്നൊരു കൺഫർമേഷൻ ക്യാൻഡിൽ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ മുകളിലോട്ട് വീണ്ടും പോയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് എത്താം. അതായത് ഇൻബാലൻസിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതെല്ലാം ലൈവ് മാർക്കറ്റിൽ ഇരുന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് അനാലിസിസ് ചെയ്ത് മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടും ട്രേഡ് എടുക്കുക. ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. പ്രത്യേകിച്ച് ഇന്ന് US ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് ഹോളിഡേ വരുന്ന ദിവസം മാർക്കറ്റ് മൂവ് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ട്രാപ്പിൽ പെടാതെ, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൽ പെടാതെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ട്രേഡ് റൂട്ട് സ്ട്രാറ്റജിയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നല്ല ട്രേഡ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ട്രേഡ് റൂട്ട് സ്ട്രാറ്റജി അതുപോലെ തന്നെ ട്രേഡ് റൂട്ടിനൊപ്പം ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശിക്കുന്നു.